റഷ്യയും യുക്രൈനുമായുള്ള യുദ്ധം അതിൻ്റെ മൂർധന്യാവസ്ഥയിലാണെന്നാണ് ഇന്നലത്തെ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോൾ കിട്ടിയ അടി വളരെ വലിയ ആഘാതം തന്നെയാണ് റഷ്യയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ളതും. ഇതിൽ നിന്നും കരകയറാൻ റഷ്യ എന്ത് ചെയ്യുമെന്നും അതേസമയം ഈ തോൽവിക്കൊരു തിരിച്ചടി കൊടുക്കാതെ റഷ്യ അടങ്ങിയിരിക്കില്ലെന്നുമുള്ള ചിന്ത തന്നെയാണ് ലോകത്തിനെ ഒന്നടങ്കം റഷ്യയിലേക്ക് ഉറ്റുനോക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതേസമയം യുക്രൈൻ സൈന്യം 1.5 വർഷമായി പദ്ധതിയിട്ട് നടപ്പിലാക്കിയ ആക്രമണ പദ്ധതി വിജയകരമായി നടപ്പിലാക്കിയതിന് പിന്നാലെ ജാഗ്രതയോടെ ഒരുങ്ങാൻ മുന്നറിയിപ്പുമായി ജർമ്മനി രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ റഷ്യയുടെ 34% മിസൈൽ വിക്ഷേപണ ശേഷിയും തകർന്ന് തരിപ്പണമായിരുന്നു. ഇത് പുടിനെ വലിയ തോതിൽ നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും കരകയറുന്നതിന് വേണ്ടി പുടിൻ സർവനാശത്തിന് ഒരുങ്ങുമോ എന്നാണ് എല്ലാവരും ഭയപ്പെടുന്നത്. നാറ്റോ രാജ്യങ്ങൾക്ക് നേരെ റഷ്യ യുദ്ധപ്രഖ്യാപനം നടത്താനുള്ള സാധ്യതയുണ്ടെന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ജർമ്മനിയുടെ സൈനിക മേധാവി ജനറൽ കാസ്റ്റൻ ബ്രൂയറാണ് നാറ്റോ സഖ്യരാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 40 വർഷത്തെ തന്റെ സൈനിക ജീവിതത്തിൽ ഇത്തരമൊരു ഭീഷണി ഒരിക്കലും നേരിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. കഴിഞ്ഞ ദിവസത്തെ യുക്രൈൻ ആക്രമണത്തിൽ റഷ്യയുടെ 2 വ്യോമസേന താവളങ്ങളിൽ ഉണ്ടായിരുന്ന നിരവധി പോർ വിമാനങ്ങളാണ് തകർന്ന് തരിപ്പണമായത്. $7 ബില്യൺ നഷ്ടമാണ് റഷ്യക്ക് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വൈബ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ആക്രമണ ദൗത്യം യുക്രൈൻ 1.5 വർഷം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. 117 ഡ്രോണുകളാണ് യുക്രൈൻ ഇതിനായി ഉപയോഗിച്ചത്. റഷ്യ അവരുടെ ആയുധശേഷി ഈയിടെ വർദ്ധിപ്പിച്ച കാര്യം ജർമ്മൻ സൈനിക മേധാവി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. പുതിയതായി 1500 ടാങ്കുകളാണ് റഷ്യ നിർമ്മിച്ചിട്ടുള്ളത്. 100 കണക്കിന് പീരങ്കി സംവിധാനങ്ങളും റഷ്യയിലെ ആയുധ ഫാക്ടറികളിൽ ഒരുങ്ങിയിട്ടുണ്ട്. പുതിയതായി നിർമ്മിച്ച യുദ്ധോപകരണങ്ങൾ റഷ്യ യുക്രൈനു നേരെ ആയിരിക്കില്ല ഉപയോഗിക്കുന്നതെന്നും നാറ്റോ സഖ്യ രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ബാൾട്ടിക് രാജ്യങ്ങളുടെ മേൽ ആയിരിക്കും പ്രയോഗിക്കുകയെന്നും കാസ്റ്റൻ ബ്രൂയർ മുന്നറിയിപ്പ് നൽകി. നേരത്തെ യുക്രൈനുമായുള്ള യുദ്ധം കഴിഞ്ഞാൽ പുടിന്റെ അടുത്ത ലക്ഷ്യം ലിത്വാനിയ ആയിരിക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. 2029 തന്നെ പുടിൻ നാറ്റോ സഖ്യ രാജ്യങ്ങൾക്കെതിരെ യുദ്ധത്തിനായി ഇറങ്ങുമെന്ന് തന്നെയാണ് പ്രതിരോധ വിദഗ്ധരും കണക്കാക്കുന്നത്. ലിത്വാനിയ, പോളണ്ട്, റഷ്യ, ബെലാറസ് എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന സുവാൽക്കി ഗ്യാപ്പ് എന്ന മേഖലയിൽ റഷ്യ സൈനിക പ്രവർത്തനങ്ങൾ നടത്തുകയാണെന്ന് നേരത്തെയും വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതേസമയം നാറ്റോ സഖ്യ രാജ്യങ്ങളിൽ പലരും പരസ്പരം ശത്രുക്കളായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ റഷ്യയെ എങ്ങനെ നേരിടുമെന്ന ആശങ്ക ജർമ്മനിയുടെ ഇടപെടലോടെ മാറിയതായി പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഫിൻലൻഡും സ്വീഡനും എല്ലാം ഈ കൂട്ടായ്മയിലേക്ക് വന്നിരിക്കുകയാണ്. റഷ്യ യുക്രൈനെതിരെ ആക്രമിച്ചതിന് ശേഷം നാറ്റോ അംഗങ്ങളായ ഹംഗറിയും സ്ലോവാക്യയും റഷ്യയുമായി മികച്ച ബന്ധമാണ് തുടരുന്നത്. കൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും സൈനികപരമായി പല കാര്യങ്ങളിലും റഷ്യയ്ക്കൊപ്പമാണ് നിലകൊണ്ടിരുന്നത്. യുക്രൈൻ ഇന്നലെ ആക്രമണം നടത്തിയ റഷ്യൻ വ്യോമതാവളങ്ങൾ 1000 കണക്കിന് കിലോമീറ്ററുകൾ ദൂരെയായിട്ട് പോലും അവർക്ക് ഇക്കാര്യം സാധിച്ചത് റഷ്യയ്ക്ക് വലിയ തോതിലുള്ള മാനക്കേടായി മാറിയ സാഹചര്യത്തിലാണ് ജർമ്മനി നാറ്റോ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്.